സുമ്മ അമറഹു അൻ യഖ്തദിയ ബിജമീഇ. പ്രവാചകന്മാർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അല്ലാഹു തആല പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ പ്രവാചകന്മാരുടെ മുഴുവത്തിനോട് നബിയെ നിങ്ങൾ തുടരണമെന്ന് നബിയോട് അല്ലാഹു തആല ആജ്ഞാപിക്കുന്നു. വദാലിക, ഈ ഇഖ്തിദാഹ് തന്നെ, ഈ ഇഖ്തിദാഹ് കൊണ്ടുള്ള ഈ ആജ്ഞ യസ്തൽസിമു, അത് നിർബന്ധമാക്കുന്നുണ്ട്. എന്തിനെ? അയ്യഅ്തിയ ബിജമീഇ മാ ഫീഹിം മിനൽ ഖിസാൽ ഹമീദത്തി. മുൻകഴിഞ്ഞു പോയ പ്രവാചകരിലുള്ള എല്ലാ നല്ല ഗുണങ്ങളും മുഴുവനും ഈ നബി കൊണ്ടുവരണം എന്നെന്താക്കിയിട്ട് ലാസിമാക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് മനസ്സിലായി? മറ്റു പ്രവാചകന്മാരിന്ന് അകന്നുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ നബി സമ്മേളിച്ചു. അപ്പൊ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കുള്ള ഗുണം നബിക്കുണ്ട്. അതിന്റെ പുറമെ അവരിലൊന്നും ഇല്ലാതിരുന്ന ഗുണം പ്രത്യേകിച്ച് നബിക്കുമുണ്ട്. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ മുത്തനബി തങ്ങൾ എന്താണ്? ശ്രേഷ്ഠതയാണ്, സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്, വ്യക്തമായല്ലോ ഈ ആയത്തുകൾ കൊണ്ട്. ഇനി നമുക്ക് ഹദീസിലൂടെ വരാം. വല ഹദീസു, ഒരു 4-5 ഹദീസ് എടുക്കാം. ഒരു ധാരാളം ഹദീസ് കാണും, ഒരു 5 ഹദീസ് എടുക്കാം. 1, അന സയ്യിദു വലദി ആദമ വല ഫഖ്റ എന്ന് കാണാം. ഞാന് ആദം സന്തതിയുടെ നേതാവാണ്, അതൊരു പവറായിട്ട് പറയുകയല്ല. ഈ ഹദീസ് ഇബ്നു മാജയിൽ കാണാം. 1. ഇനി രണ്ടാമത്തെ ഹദീസ് അന അക്രമഹും അലാ റബ്ബി, ഇത് തുർമുദിയും ദാരിമിയുമാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ സൃഷ്ടിയിൽ വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനാണ്. ഇനി മൂന്നാമത്തെ ഹദീസ് എടുക്കാം. വഫി ഹദീസ് തുർമുദി, അത് തുർമുദി ഇമാമിന്റെ ഹദീസ് തന്നെയാണ്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖ്റ, അന്ത്യദിനത്തിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ, അന്തസ്സ് ബഹുമാനം പറയുകയല്ല. വബിയദി ലിവാഉൽ ഹംദ്, നാളെ മഹ്ശറിൽ എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന കൊടിയുള്ളത്. വലാ ഫഖ്റ, അതും ഞാൻ അന്തസ്സ് പറയുകയല്ല. ഫമാമിൻ നബിയിൻ, ഒരൊറ്റ പ്രവാചകനുമില്ല, അഥവാ ആദൻ നബിയുമില്ല. അവൻ ശിവാഹു, ആദൻ നബി കഴിച്ച് ബാക്കിയുള്ള പ്രവാചകന്മാരും ഇല്ല. ഇല്ലാത്ത ലിവായി, എന്റെ കൊടിക്ക് കീഴിലായിട്ടല്ലാതെ സർവരും എന്റെ കൊടിക്ക് കീഴിലാണ്. ഇതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി നാലാമത്തെ ഹദീസ് വഫിൽ ബുഖാരി വഗൈരിഹി, ബുഖാരിയിലും അല്ലാത്തിലും കാണാമെന്ത്? അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ സർവ്വജനങ്ങളുടെ നേതാവ് ഞാനാണ് എന്ന് കാണാം. 5-ാമത്തെ ഹദീസ് വായിക്കാം. ഹദീസു അന സയ്യിദുൽ ആലമീൻ, ഇത് ഹാക്കിം എന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്താണ്? ലോകത്തിന് നേതാവാണ്. ഇങ്ങനെ 5 ഹദീസ് വായിച്ചു നോക്കുമ്പോൾ എല്ലാ നിലയിലും നബിതങ്ങൾ എന്താണ്? ഉന്നതിയാണെന്ന് തെളിയിക്കാൻ കഴിയും. അത് പണ്ഡിതന്മാർക്ക് തെളിയിച്ചിട്ടുമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസുകളും ആയത്തും എവിടെ കാണും? ഇബ്തിയാഉൽ ഉസൂലുണ്ട്, നിഅമത്തുൽ കുബറയിലുണ്ട്, സറഹുൽ അംജയിലുമുണ്ട്. അപ്പൊ സറഹുൽ അംജയിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇനി അതിന്റെ വ്യാഖ്യാനം എങ്ങനെയൊക്കെ പറ്റുമെന്ന് നോക്കാം. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ കിതാബായ അൽ ഫതാവൽ ഹദീസിൽ കാണാം. വലാ ഫഖ്റ എന്നിവിടെ കണ്ടല്ലോ. ഈ വലാ ഫഖ്റ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ നോക്കാണ്. അൽ മുറാദു ബിഹി വലാ ഫഖ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അഅ്ലമു മിൻ ഹാദാ, ഇതിനേക്കാൾ ഏറ്റവും വലുതാണ് ഇത്. ഇത് ഏറ്റവും വണ്ണമായതാണ് ഇത് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഔല അഖൂലു, ഞാൻ പറയുന്നില്ല ദാലികല ജിഹത്തിൽ ഫഖരി, ഒരു അന്തസ്സിന്റെയും പവറിന്റെയും വഴിയിലൂടെ ഇത് ഞാൻ പറയുന്നില്ല, ഒരു അഭിമാനമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഏറ്റവും വണ്ണമായതാണ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ പിന്നെയോ അലാ ജിഹത്തിൽ ഇഖ്ബാരി ബിൽ വാഖി, സംഭവം അങ്ങനെയാണ്. ഞാനായിട്ട് വണ്ണമായിട്ടെടുത്ത് പറയല്ല, അല്ലെങ്കിൽ ഇതൊരു പവറിന്റെ അന്തസ്സ് ഞാൻ പറയുകയല്ല. വലാ ഫഖ്റ എന്ന് പറയുമ്പോൾ അബീബാരിതങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതായിരിക്കുന്ന ഒരു വിവരണം എന്ന നിലക്ക് പറയുകയാണ്. ആ നിലക്കൊന്നും പറയുകയല്ല. ഇത് നിഅമത്തുൽ കുബറയിലെ 112-ാം പേജിലും കാണാം. അൽ ഫതാവൽ ഹദീസിലെ 151-ാം പേജിലും ഈ വ്യാഖ്യാനം കാണാൻ കഴിയും. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ്? നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേതാവാണ്. അത് 3 വഴിയിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ, അല്ലേ?
ഇനി നോക്കാം, നമുക്ക് തെളിയിച്ചെടുക്കാം. എന്താ പറഞ്ഞത് നോക്കുക. വലതി ആദമ എന്ന് പറഞ്ഞു. അന ചെയ്തു വലതി ആദമ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞത് എന്തിനാണ് വലതി ആദമാന്ന്? ഉബൂവത്തി, പിതാവിന്റെ കൂടെ ഒരു മര്യാദ ഉണ്ട്. വെറും ആദം എന്ന് പറഞ്ഞുകൊണ്ട് മര്യാദക്കാണ്. നബിന്റെ പിതാവാണ് ആദൻ നബി. അപ്പൊ ആദൻ നബിന്റെ മക്കൾ എന്ന് പറയുമ്പോ ആദൻ നബിയുടെ മക്കളിൽപ്പെട്ടതാണ് നബി. ആദൻ നബി പിതാവുമാണ്. അപ്പൊ ആ പിതാവിനോട് കൂടെ ഒരു മര്യാദ ഉണ്ട്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചു. പിന്നെ പറഞ്ഞെന്താ യൗമുൽ ഖിയാമത്തി എന്ന് പറഞ്ഞു നബി. ഖസ്സഹു ബിദ്ദിക്രി. എന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ മറ്റൊന്നുമല്ല, ലി അന്നഹു യൽഹറു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങൾക്ക് വെളിപ്പെടും മിനസ്ഉദദി വത്തമ്മീസി അലാ സാഇൽ അംബിയായി, മറ്റ് അംബിയാക്കളെക്കാളൊക്കെ ഒരു വേർതിരിവും മേധാവിത്വമൊക്കെ ലഭിക്കുന്ന ആളെ മഹ്ശറിലുണ്ട്. മാലാ യൽഹറു ഗൈരി, നബി അല്ലാത്തവർക്ക് ആർക്കും അത് കിട്ടൂല, എനിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അന്ത്യനാളെന്ന് പറഞ്ഞത്. ലാ സിയ്യമ അൽ മഖാമുൽ മഹ്മൂദ് അല്ലദീ യുത്താഹു ദാലിക്കൽ യൗം, അന്ത്യനാളിൽ വെച്ചിട്ട് നബി തങ്ങൾക്ക് നൽകപ്പെടുന്ന സ്ഥാനമാണ് മഖാമുൽ മഹ്മൂദ്. അതുപോലും മറ്റാർക്കും കിട്ടുകയില്ല, അത് നബിക്ക് വെളിപ്പെടുകയുള്ളത് അവിടെയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓഹുവ ശഫാഅത്തുൽ ഉളുമ, അത് ഷഫാഅത്തുൽ ഉളുമ എന്ന ഏറ്റവും വലിയ ഷഫാഅത്താണത് മഖാമുൽ മഹ്മൂദ്. ഫീ ഫസ്ലിൽ ഖളാഇ, അന്ത്യനാളിൽ കാര്യം വകതിരിക്കുന്ന വിഷയത്തിൽ ഷഫാഅത്ത് നടത്തുന്ന നബിയാണ്. അവിടെ വിധി നടപ്പാക്കേണ്ടതുണ്ട്, അതിന് ഷഫാഅത്ത് നടത്തേണ്ടതുണ്ട്. ആ ഷഫാഅത്താണ് എപ്പോ? ഹീന യദ്ഖബുന്നാസു ഇലാ ഉൽ അസ്ർ, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ നബി, ഈസ നബി, ഇങ്ങനെ 4 പ്രവാചകന്മാരുണ്ടല്ലോ. നബി അടക്കം 5 ആളുണ്ട് ഉലുൽ അസ്മ്. അപ്പൊ നബി ചോദിച്ചു, ഈ പ്രവാചകന്മാർ ഉലുൽ അസ്മായ പ്രധാനപ്പെട്ട പ്രവാചകന്മാരാ, ഇവരിലേക്കാണ് പോകേണ്ടത്. കാരണം അമ്പിയാക്കളും മുർസലേക്കാളും സ്ഥാനമുള്ളത് ഈ ഉലുൽ അസ്മിനാണ്. ഈ ഉലുൽ അസ്മിൽ പെട്ടതായിരിക്കുന്ന പ്രമുഖന്മാരായിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ജനങ്ങൾ നാളെ മത്സരിച്ചെല്ലും. ഒന്ന് സഹായിക്കണേ, ഞങ്ങൾ രക്ഷപ്പെടുത്തണേ, ഇവിടെ ആകെ മുങ്ങിക്കിടക്കുകയാണെന്ന് രക്ഷിക്കൂ എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ ഫകുല്ലു യദ്കുറു നഫ്സിഹി ഷൈഅൻ, യഖൂൽ നഫ്സി 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 എന്ന് പറയും. എല്ലാവരും തന്റെ നഫ്സിന്റെ കാര്യം പറയുള്ളൂ. ഓരോ കാര്യം എടുത്തു പറയും. എനിക്ക് എന്റെ കാര്യങ്ങളുണ്ട്. മൂസ നബി പറയും, ഇബ്രാഹിം നബി പറയും, നൂഹ് നബി പറയും, ഈസാ നബി പറയും. എല്ലാവരും തന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനം പറയും നഫ്സി 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 എന്നാ പറയാ. ഇല്ല നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി ഒഴികെന്നാ. ഫഇന്നഹു യഖൂലു, നബി തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ പറയും അനലഹ അനലഹ, ഞാനാണ് അതിന്റെ അവകാശി, ഞാൻ ചെയ്യേണ്ടതാണ്, എനിക്കതിന്റെ സ്ഥാനം എന്ന് നബി തങ്ങൾ നാളെ മഹ്ശറിൽ അത് പറയും. അത് അല്ലാഹു തആല തെളിയിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും അത് ബോധ്യമാവുകയും ചെയ്യും. അവിടെ നബിക്കാണ് സ്ഥാനം. അൽ ഹദീസ്, ഈ ഹദീസ് അവിടെ വായിച്ചാൽ കിട്ടും. അവ നബിക്കാണ് കൂടുതൽ സ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടൊക്കെ നമുക്ക് തെളിവുണ്ടല്ലോ. അതുകൊണ്ടല്ലേ സാധാരണ എല്ലാവരും പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എന്ത് യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖില്ലാഹ് ഖൈറു ഖൽഖിൽ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ എന്ന് പറയണോ? അതെന്തുകൊണ്ടാ? നബിക്കാണ് അവിടെ അവകാശമുണ്ട്, വേറെ ആർക്കും അവകാശമില്ല. പിന്നെ അന സയ്യിദുന്നാസി യൗമുൽ ഖിയാമ എന്ന് കാണുന്നുണ്ട്. അന സയ്യിദുന്നാസി എന്ന് പറയുമ്പോൾ ഈ ഹദീസ് എന്താ വ്യക്തമാക്കി തരുന്നത്? വഹാദാ സരീഹുൻ ഫീ അഫ്ളലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ആദമ വഅലാ ജമീഇ ഔലാദിഹി മിനൽ അംബിയാ, ആദം നബിയാവുന്ന പ്രവാചകനേക്കാളും മറ്റ് ആദം നബിന്റെ മക്കളായ പ്രവാചകന്മാരെക്കാളും നബി തങ്ങൾക്ക് എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട് എന്ന്, ഏറ്റവും ശ്രേഷ്ഠതയുണ്ട്, പദവിയുണ്ട് എന്ന് വ്യക്തമാക്കി കാണിച്ചു തരുന്നു ഈ ഹദീസ്. ഈ നോക്കൂ, വേറെ ഹദീസ് എന്താ? അന സയ്യിദുൽ ആലമീൻ എന്നല്ലേ? ആലമ് ഓവൽ ഇൻസ്, അത് മനുഷ്യരാണ്. വൽ ജിന്നു ഭൂതവർഗമാണ്. വൽ മലായികത്തും മലക്ക് വർഗവുമാണ്. അപ്പൊ ഇവരിലേക്കാളൊക്കെ ഏറ്റവും മുന്നിരിക്ക, ഇവർക്കൊക്കെ നേതാവാണ് നബി എന്ന് വ്യക്തമാണല്ലോ. അപ്പൊ ഈ ഹദീസിലുണ്ട് എന്ത്? അന സയ്യിദുൽ ആലമീൻ എന്ന് പറയുന്ന ഹദീസിലുണ്ട് അത്തസ്രീഹു വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ബി അന്നഹു അഫ്ദലുൽ ഖൽഖി കുല്ലിഹിം, പ്രവാചകരും പ്രവാചകരും അല്ലാത്ത മനുഷ്യ വിഭാഗവും
ജിന്ന് വർഗവും മലായിക്കത്തും എല്ലാ ലോകങ്ങളുണ്ടോ സർവ്വലോകം, എല്ലാ ലോകത്തിനേക്കാളും ശ്രേഷ്ഠത നബിക്കാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ. ഹദീസ് മുസ്ലിമിൻ, ഈ പറഞ്ഞതിനെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്ത്? ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, സൃഷ്ടികൾ മൊത്തത്തിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒമിൻ ഷൈനിർ റസൂലി, റസൂലിന്റെ കാര്യത്തിൽപ്പെട്ടത് എന്താണറിയോ? അൻ യകൂന അഫ്ളല മിനൽ മുർസലിൻ, ആരിലേക്കാണോ അയക്കപ്പെട്ടതെങ്കിൽ അവരെക്കാൾ ഉന്നതനായിരിക്കണം റസൂൽ. അപ്പൊ ലോകം മൊത്തത്തിലേക്ക് അയക്കപ്പെടുമ്പോൾ ആ ലോകം മൊത്തത്തിനേക്കാൾ ഉന്നതി ആർക്കാ? നബിക്ക്. അത് കിട്ടുമല്ലോ. ഈസാ നബിക്ക് ഉന്നതി ഈസാ നബിന്റെ കാലത്തിലെ ജനങ്ങളെക്കാളാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെയും ഗോത്രത്തിലെയും സമുദായത്തിനേക്കാൾ സ്ഥാനം പ്രവാചകന്മാർക്കുണ്ട്. പക്ഷേ അതിലേറെയൊക്കെ ശ്രേഷ്ഠത നബിക്ക് വരാൻ കാരണം ആദ്യം മുതൽ അവസാനം വരെ വരുന്ന എല്ലാവർക്കും നേതാവാ നബി. ജിന്നിനും മനുഷ്യർക്കും എല്ലാവർക്കും നേതാവാകുമ്പോൾ ഇവരെക്കാളൊക്കെ ഉന്നതിയുള്ള നബി തന്നെ ആവണ്ടേ? അതാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. ഇത് അൽ ഫതാവൽ ഹദീസിയ 152 ഇബ്തിഗാഉൽ വുസൂൽ 27, 28, 29 കാണാൻ കഴിയും. ഇല്ലേ? ഇങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ ശ്രേഷ്ഠത. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നബി തങ്ങളൊക്കെ ഉമ്മാനിയും ബാപ്പാന്റെ ഒക്കെ സ്ഥാനത്താണല്ലോ, അല്ലെ? കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി മൻസിലത്തിൽ അബി വൽ ഉമ്മി, മാതാപിതാക്കളുടെ സ്ഥാനത്ത് വരുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക്. ആര്? നബി തങ്ങൾ. അത് വരുന്നുണ്ട്. അത് മഖൂസ് മൗലിദിൽ കാണാലോ. എന്ത്? അൻത ഉമ്മുൻ അം അബും മാ റഅയ്നാ ബിഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അൻത ഉമ്മുൻ അം അബും മാ റഅയ്നാ ബിഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബി അങ്ങ് ഉമ്മയാണോ അതോ പിതാവാണോ? മാതാവിനും പിതാവിനും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പല ഗുണങ്ങളും അങ്ങേരുണ്ട്. അങ്ങയെപ്പോലെ ഒരിക്കലും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. നബിയിൽ വെച്ച് ഉന്നതരായ നേതാവായ നബിയെ എന്ന ഇതൊരു പദ്യമാണ്. മങ്കൂസ് മോല് വെറുതെ അടിസ്ഥാനമില്ലാതെ ഉണ്ടാകുന്നതല്ല, അതിന് അടിസ്ഥാനമുണ്ട്. ഹദീസും പിന്നെ കിതാബുകളൊക്കെ പരതുമ്പോ അതിന് അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയതും. അതിന് ആരെതിർത്തിട്ടും കാര്യമല്ല. മഹാനായ ജൈനുദ്ദീൻ തങ്ങളുടെ മഹദൂം തങ്ങളുടെ കറാമത്ത് ലോകാകെ പാടി പുകഴ്ത്താൻ വേണ്ടി എടുക്കുന്ന കിതാബ് തന്നെയാണല്ലോ. സർറഫുലാന മങ്കൂസൊക്കെയാണ്. അപ്പൊ ആ മങ്കൂസിന് ഇരടികൾ മനസ്സിലാക്കുമ്പോൾ, ബെയ്ത്തുകൾ മനസ്സിലാക്കുമ്പോൾ പല രീതിയിൽ അത് പാടലുണ്ടല്ലോ, പല രീതിക്കത് പറ്റും. അങ്ങനെയുള്ള കവിതയും കൂടിയും പാട്ടും കൂടിയാണല്ലോ മങ്കൂസ് മൗലിദ്. അതിലാണ് ഈ പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പൊ മുറാദുൽ മുസന്നിഫി, മുസന്നിഫിന്റെ ഉദ്ദേശം വൈങ്കുൽന വിശബഖത്തി വറഹ്മത്തി വൽ മഹബ്ബത്തി, സ്നേഹം, കരുണ, പ്രിയം ഇത്യാദി കാര്യങ്ങളിലാണ് ആ പറഞ്ഞത് എങ്കിൽ അന്ത അബുൻ അം ഉമ്മുൻ എന്ന് ചോദിക്കുമ്പോൾ ലൈസത്ത് യാ റസൂലല്ലാഹ് മിസ്ലഹുമ, എന്നാ ഉമ്മാനെ പോലെ എന്നും പറയാൻ പറ്റും, അതിനേക്കാൾ അപ്പുറത്താ. എന്നാ പിതാവിനെ പോലെ എന്ന് പറയാൻ പറ്റും, അതും പറ്റും, അതിന്റെ അപ്പുറത്താ. അങ്ങനെയല്ല എന്ത് പറയാൻ? ബൽഫി അർഫഅ മിൻഹുമ, അവർ രണ്ടുപേരെക്കാളും എത്രയോ ഉയർന്ന പദവിയിൽ അങ്ങ് നബി ഉള്ളത്. എന്തുകൊണ്ട്? അന്നൽ ഇഹ്സാന മിൻ ജിഹത്തിൽ അബി വൽ ഉമ്മി, ഉമ്മ ഭാഗത്തിലൂടെയും പിതാഭാഗത്തിലൂടെയും കിട്ടുന്ന ഗുണങ്ങൾ വൈങ്കാന അലീമാത് ഏറ്റവും വലുതാണെങ്കിൽ പോലും ഫഇന്നഹു ഖാസുൻ ബിദ്ദുനിയ, അത് ദുനിയാവ് കൊണ്ട് മാത്രം പ്രത്യേകമായതാണ്. മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതും മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇഹ്സാനൊക്കെ ദുനിയാവ് കൊണ്ട് പ്രത്യേകമായി നിൽക്കുന്ന ഒന്നാണ്. ദുനിയാ ഫഖത്ത്, അത് ദുനിയാവിന്റെ കാര്യം മാത്രം ക്ലിപ്തമായി നിൽക്കുന്നതുമാണ്. എന്ന ഇഹ്സാനു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലും ഫിദ്ദുനിയ വൽ ആഖിറത്തി, പ്രപഞ്ചലോകത്ത്, പ്രപഞ്ചത്തിന്റെ ഈ രണ്ട് ലോകത്തും, ഇരുലോകത്തും അതുപോലെ മറുലോകത്തും മുത്തുനബി തങ്ങൾ സമുദായത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വഗുണങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇരുവീട്ടിലും ഉൾപ്പെടുത്തുന്ന ഗുണമാണ് നബിന്റെ ഗുണം. അതുകൊണ്ടാണ് ഉമ്മയാണോ വാപ്പയാണോ ചോദിച്ചിട്ട് രണ്ടുമല്ല എന്ന് പറയാൻ കാരണം. ഒരു കവിതക്കാരനും അതുപോലെ വർണ്ണിക്കുന്ന ആളുകൾക്കും റഹ്മത്തിന്റെയും ഷഫഖത്തിന്റെയും മഹബത്തിന്റെ വഴിയിൽ ചിന്തിക്കുമ്പോ ഉമ്മാനെയും ബാപ്പാനെ ചിന്തിക്കാൻ. അപ്പൊ നബിയെ അപ്പൊ ഖിതാബിട്ട് പറയാം, നബിയെ നിങ്ങൾ ഉപ്പയാണോ അല്ല ഉമ്മയാണോ? എന്നാൽ ഉപ്പയും ഉമ്മയുമല്ല. കാരണം എന്താണ്?
അവരിലൊന്നും കാണാത്ത എത്രയോ അതിന്റെ മേലെ കാണുന്നുണ്ട്. ഇതിന്റെ അപ്പുറം എങ്ങനെ വർണ്ണിക്കാൻ കഴിയുക? അത്രേ കഴിയുള്ളൂ. നമ്മൾ വർണ്ണിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് നമ്മുടെ പ്രവാദികളുള്ളത് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞ വാക്യം എവിടെയുണ്ട്? ഇബ്തിദാഉൽ വുസ്ൽ എന്ന് പറഞ്ഞ കിതാബിൽ 62-ാം പേജിലുണ്ട്. ഇതൊരു വ്യാഖ്യാനമാണ്. ഇനി നമുക്ക് വേറൊരു വ്യാഖ്യാനം ഇബ്തിദാഉൽ വുസ്ൽ തന്നെ കാണാം 30-ാം പേജിൽ. എന്താ നോക്കുക? എന്താ ഫൈൻഖീല? ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അഴകിന്റെ പകുതിയാണ് കൊടുത്തിട്ടുള്ള സഹിയായ ഹദീസാണ്. അപ്പൊ അഴകിന്റെ പകുതി കിട്ടിയ ആളാണ് ആര്? യൂസുഫ് നബി. അഴക് മുഴുവനും കിട്ടിയ ആളാണ് ആര്? നമ്മുടെ നബി. നബിന്റെ പകുതി അഴക് യൂസുഫ് നബിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പോലും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപാട് അന്നുള്ള ഈജിപ്തിലെ സ്ത്രീകളും അസീസ് രാജാവിന്റെ ഭാര്യയും എന്തായി? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിട്ടുവാൻ വേണ്ടി സ്ത്രീ പുരുഷ വികാരത്തിൽ ലയിച്ചുപോയി കസറുണ്ടായി. അങ്ങനെ വന്നൊരു കഥയുണ്ട്. അതിനെ അസ്വതപ്പെടുത്തിയിട്ട് ചോദിക്കുകയാണ്. ഭയങ്കര ചോദിക്കപ്പെട്ടാൽ ഫലിമ ലം യഫ്തത്തിൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദു മിനൻ നിസായി, സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു പെണ്ണും മുത്തുനബി തങ്ങളെ കണ്ടപ്പോൾ ഇത്തിരി മഴകൾ നബിനെ കണ്ടപ്പോൾ ഫിത്നയിൽ ആകപ്പെട്ടിട്ടില്ലല്ലോ, നാശത്തിൽ അകപ്പെട്ടില്ല. എന്താ കാരണം? ഏതുപോലെ നബി യൂസുഫ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ആ സ്ത്രീകൾ ഫിത്നയായതുപോലെ. അങ്ങനെ ചോദിക്കുകയാണ്. ചോദിക്കാൻ വകുപ്പുണ്ട്. എന്നാ കൊല്ല നമ്മൾ പറയും അതിന്റെ മറുപടി ലൈസദാലിക്ക, അത് ആ ഫിത്നയാവാതിരുന്നത് ലിഖില്ലത്തി ഹുസ്നി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങളുടെ അഴക് കുറവായത് കൊണ്ടല്ല. മുത്തുനബി തങ്ങളുടെ അഴക് നല്ലോണം പരിപൂർണമാണ്. നബി എല്ലാത്തിനും പരിപൂർണമാണല്ലോ. പരിപൂർണമായിരിക്കുന്ന ആ നബിന്റെ അഴകടുണ്ടായിട്ടും ഫിത്നയാവാതിരുന്നത് അതുകൊണ്ടൊന്നുമല്ല. ബൽ പിന്നെയോ ലികൗനിഹി മഹീബൻ ബിഅയുനിഹിം, ആര് കണ്ടാലും അത്തായിന്ദായദാഹി, ആര് കണ്ടാലും എന്നല്ല ലോകം മുഴുവൻ കണ്ടാലും ശത്രുക്കൾ കണ്ടാലും അവരുടെ കണ്ണിൽ നബിയെ കുറിച്ച് വല്ലാത്തൊരു പേടിയുണ്ട്. ആ പേടിയാണ് അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വകാനത്ത് ഐബത്തു തംനഉന്ന അനിൽ ഖവാതിരി ശഹവാനിയത്തിൻ നാശിയത്തി മിൻ ഇദ്റാകിൽ ഹുസ്നി, അഴക് മനസ്സിലാക്കി എടുത്തിട്ട് ആ അഴകിൽ ലയിച്ചതിന്റെ കാരണത്താൽ അതിനാൽ ഉളവായുണ്ടായിരുന്ന വികാരമുണ്ട്. അത്ര വികാര ചിന്തകളെ തൊട്ട് മഹാനായിരിക്കുന്ന നബി തങ്ങളെ കുറിച്ചുള്ള പേടി ആ സ്ത്രീയെ തടഞ്ഞു. അപ്പോൾ ആ വികാരം വരില്ല. ഏതുപോലെ കമാ തംനഉ ഹൈബത്തു തംനഉഹുന്ന അനിൽ കമാ തംനഉ ഹൈബത്തുൽ ആബാഇൽ ബനാത്ത്, പിതാവിനോടുള്ള പേടി. ആ പിതാവിനെ കാണുമ്പോൾ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പേടില്ലേ? ആ പേടി പെൺകുട്ടികൾ തെറ്റ് തടഞ്ഞു നിർത്തിയില്ലേ? അപ്പൊ പിതാവുമായി സല്ലപിക്കാൻ പെൺകുട്ടികൾ വരുമോ? ഇല്ല. എന്നതുപോലെ വഹൈബത്തുൽ ഉമ്മഹാത്തി അലബിനാ, ഉമ്മാനോടുള്ളതായിരിക്കുന്ന പേടി, ഉമ്മയെ കാണുമ്പോഴുള്ള ബഹുമാനം പേടി, ആ പേടി ആൺകുട്ടികൾ തടുക്കുന്നുണ്ട്. എന്തിനെ? അന്തിൽക്കൽ ഹവാത്തിരി, മനസ്സിന്റെ അകത്തളത്തിൽ അങ്ങനെ കടന്നു വരുന്ന ദുശ്ചിന്തകളെ തൊട്ട്. അപ്പോൾ ഉമ്മയുമായി മകൻ വ്യഭിചരിക്കാൻ പോകുമോ? വികാരം പങ്കിടാൻ പോകുമോ? ഇല്ല, പേടിയുണ്ട്. മാന്യമായി സംസാരിക്കുന്നിടത്താണ് ഈ പറഞ്ഞത്. അല്ല, ലോകത്ത് നടക്കുന്ന ആരല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഉമ്മയും ബാപ്പയുമായി ബന്ധപ്പെടാൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറ്റൂല. കാരണം ഉമ്മക്കും ബാപ്പാക്കും ബഹുമാനം ആദരവുണ്ട്. അത് കാണുമ്പോ എന്റെ ഉമ്മയാണ്, ഒരു പേടി അവിടെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ദുഷിച്ച ചിന്ത വരൂല. എന്നതുപോലെ നബിനെ കാണുമ്പോൾ അതുണ്ടാകും, പേടിയുണ്ട്. വലൗകാന അജ്മല അഹ്ലൽ അസ്രി, അക്കാലഘട്ടത്തിൽ എന്താണെന്നറിയാമോ? ഏറ്റവും പരിപൂർണമായ ഒരു ചുറുക്കും അഴകുള്ളവരാണെങ്കിൽ പോലും നടക്കൂല. കാരണം എന്താ? ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബിമൻസിലത്തിൽ അബീരുൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകൾക്ക് ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിന്റെ സ്ഥാനത്താണ്. അതല്ല വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത്, അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും, നബിയാണ് മുഅ്മിനീങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധമായവർ. മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളുടെ നഫ്സിനേക്കാൾ ഏറ്റവും സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും നബിയാണ്. ആ നബിയോടാണ് നമുക്ക് കടപ്പാടും ബന്ധമുള്ളത്. അപ്പൊ നബി വാപ്പാന്റെ സ്ഥാനത്തായല്ലോ ആത്മീയ ബന്ധങ്ങള്. അതുപോലെ നബിന്റെ ഭാര്യമാർ നമുക്ക് ഉമ്മമാരാണ്. അപ്പൊ നബിന്റെ ഭാര്യമാർ നമുക്ക് മാതാക്കളും നബി നമുക്ക് പിതാവുമാണ്. ഈ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മുത്തുനബി തങ്ങളെ വർണ്ണിച്ച് പാടിയ ആൾക്കാർ, ചില ആൾക്കാർ പാടിയത് അൻതഉം അംഅബും മാറഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി എന്ന്.
അപ്പൊ രണ്ട് വ്യാഖ്യാനമുണ്ട് ഇവർക്ക്. രണ്ടും ഇബ്തിദാഉൽ ഉസൂലിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് 30-ലാണ്, ഒന്ന് 62-ലാണെന്ന് മാത്രം.